സുഖമായിരിക്കുന്ന വിശേഷം സുഖമായിരിക്കുന്നുണ്ടാ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഡെയിലി അപ്ഡേറ്റ് ഇട്ടില്ല. അതിന് കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ UK ഇപ്പോൾ ഞാൻ കഴിഞ്ഞ അതിന് തൊട്ട് ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റുകളാണ് ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് കഴിഞ്ഞ ദിവസം ഇടാതിരുന്നത്. അതേ ടോപ്പിക്ക് തന്നെ വീഡിയോ ഇടേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ. എന്നാൽ നമ്മൾ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ, ഇവിടുത്തെ പാട്രിയോട്ടിക് പ്രൊട്ടസ്റ്റിനെ കുറിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ നമ്മളൊരു പ്രവചനം നടത്തിയായിരുന്നു. UK അയർലൻഡിന് സമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രവചനം. അത് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങൾ ഇവിടെ അങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ സാക്ഷികളുമാണ്. ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് അല്ല എൻ്റെ അല്ലെങ്കിൽ കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് പ്ലീസ് ഷെയർ ചെയ്യാൻ വീഡിയോ തോന്നും. അതെ ഗൈസ്, നമ്മൾ ഇവിടുത്തെ ഓരോ ന്യൂസുകളും വിലയിരുത്തി നിങ്ങളിലേക്ക് യഥാസമയത്ത് എത്തിക്കുക എന്നുള്ളത് ഞാൻ ആ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സപ്പോർട്ടുകൾ നിങ്ങൾ നൽകുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ UK എന്ന രാജ്യത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് തന്നെയാണ്. നമ്മളിവിടെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. നമ്മളിവിടെ ഗവൺമെന്റിനെ വിജയിപ്പിച്ച് വിട്ടിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്കെതിരെ വല്ലതും വരുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമുക്കറിയണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇല്ലെങ്കിൽ ന്യൂസ് അപ്ഡേറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, UK ഇതേപോലെ ഉള്ള റിയോട്ട്സ് ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രക്ഷോഭങ്ങൾ വരാനുള്ള സാധ്യതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് ഇത് ഇവിടെ വരുന്നുള്ളത്. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ പലരും നമുക്ക് പറഞ്ഞത് വെച്ചാൽ അത് UK നടന്നു തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഏകദേശം കൊണ്ട് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും സാക്ഷികളാണ് ഇവിടെ ഇപ്പം എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അതായത് UK സൗത്ത് പോർട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക 3 കുട്ടികളുടെ ദാരുണമായ കൊലയ്ക്ക് ശേഷം നമുക്കറിയാം ഇവിടെ ഒരു റിയോട്ട് അല്ലെങ്കിൽ കലാപങ്ങൾ തന്നെ സൗത്ത് പോർട്ടിൽ തുടങ്ങുകയും അതിങ്ങനെ വ്യാപിച്ച് UK സകല സ്ഥലത്തും വ്യാപിക്കുകയും ഇവിടെ അക്രമങ്ങൾ അരങ്ങേറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിന് ഇത്ര ദിവസത്തെ അക്രമത്തിന്റെ വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു മലയാളിക്ക് പോലും പരിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നോർത്തേൺ അയർലൻഡിൽ നിന്ന് ഒരു മലയാളി യുവാവിന് മർദ്ദനമേറ്റു എന്നുള്ളൊരു ന്യൂസും കൂടി എനിക്കിവിടെ ഷെയർ ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ രാവിലെ തൊട്ട് നമ്മുടെ മലയാളികൾക്ക് ചിലർക്ക് എതിരെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ ചെറുതായിട്ട് ഓടിയിട്ടും അല്ലെങ്കിൽ ചെറിയ മിസ്സായി രക്ഷപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ചറിയിച്ചു. പല വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് പല ഏരിയയിൽ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് വാൺ ചെയ്ത ഇന്ന ഏരിയയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ അവിടെ പോകുന്നുണ്ട് എന്നുള്ളതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ പല പരിപാടികൾ നടക്കുന്നത് നിങ്ങൾക്ക് യഥാസമയത്ത് എത്തിക്കാനായിട്ട് നമ്മൾ സാധിക്കുന്നു. അതെ, തീർച്ചയായിട്ടും UK സ്ഥിതിഗതികൾ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിതിഗതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കൂടിയിട്ട് ഈ ഒരു പ്രക്ഷോഭങ്ങളെ അടുത്ത് നിന്ന് വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം UK ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നമ്മളിവിടെ UK വന്നത് പഠിക്കാനും വർക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരാൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ചുറ്റുപാടുകൾ ചിലർക്ക് ഞാൻ പറയും മൊബൈലുമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ആ പയ്യന് കഴിഞ്ഞ ദിവസം അക്രമം ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ പറയാം, ഈ ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ആ ഒരു കേസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK ഫാർ റൈറ്റിൻ്റെയും ഇല്ലെങ്കിൽ ആൻറ്റി റേസിസ്റ്റിൻ്റെയും പ്രൊട്ടസ്റ്റുകൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു. ഫാർ റൈറ്റിൻ്റെ പ്രൊട്ടസ്റ്റ് ആയിരുന്നു നമുക്കറിയാം സൗത്ത് പോർട്ടിൽ ആദ്യം നടന്നത്, ആ ഒരു കുട്ടികളുടെ കൊലപാതകത്തിന് ശേഷം. അതിനുശേഷം പല ഏരിയകളിലേക്കും, മാഞ്ചസ്റ്ററിലേക്കും ലിവർപൂളിലേക്കും ബോൾട്ടണിലേക്കും ഷെഫീൽഡിലേക്കും മിൽസ്ബ്രോ പല ഏരിയകളിലേക്ക്, ലണ്ടൻ പല ഏരിയകളിലേക്ക് അത് വ്യാപിക്കുകയും അത് വലിയ കലാപങ്ങൾ അല്ലെങ്കിൽ പോലീസ് വാഹനം കത്തിക്കുകയും പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും ആൾക്കാർക്ക് നേരെ ആക്രമണം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല ഏരിയകളിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത് ഇപ്പോൾ നല്ല രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഇതിനെല്ലാം കാരണം നമുക്കറിയാം ആ സൗത്ത് പോർട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. എന്നാൽ അത് മാത്രമാണോ ഇവിടുത്തെ ഇഷ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അത് മാത്രമല്ല ഇഷ്യൂ, നമുക്കറിയാം ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ, ഞാൻ ഇപ്പോഴും ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ ഇത് പറയുമ്പോൾ അവർ ആക്ച്വലി ഇല്ലീഗൽ മൈഗ്രൻസിന് മാത്രമാണോ എന്നുള്ള സംശയം എനിക്ക് വലിയ രീതിയിലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലരും കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അവരെല്ലാം ഇല്ലീഗൽ മൈഗ്രൻസിനെതിരെയാണ് എന്നുള്ളത്. എന്നാൽ അത് ഇല്ലീഗൽ മൈഗ്രൻസിന് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ആ മലയാളി പയ്യനെ അടിക്കേണ്ട കാരണം ഉണ്ടായിരുന്നു. അവൻ ലീഗലായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. മലയാളികൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇവിടെ NHS വർക്ക് ചെയ്യുന്ന നേഴ്സിനെ, ഈ ഫിലിപ്പീൻസ് നേഴ്സിനെ ആക്രമിക്കാനായിട്ട് മിൽസ്ബ്രോ ഏരിയയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അവർ ലീഗലായിട്ട് വന്നവർക്കെതിരെയും. അവിടെ ലീഗൽ ഇല്ലീഗൽ എന്നുള്ളൊരു സംഭവം അവിടെ ഇല്ല. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മൈഗ്രൻസ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. സോ പയ്യൻ്റെ അടുത്ത് നിങ്ങൾ ഏഷ്യൻ ആണോ എന്ന് ചോദിച്ചിട്ടാണ് അവനെ ആക്രമിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ
നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിരിക്കുക. നിങ്ങൾ പണിക്ക് പോകുന്ന സ്ഥലത്ത്, നിങ്ങൾ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക്, സിറ്റീസിലാണ് ഇത് കൂടുതലായിട്ട് വ്യാപിച്ച് പിടിച്ചിരിക്കുന്നത്. ഔട്ടറിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ അടുത്തേക്ക് ഇത് വന്നിട്ടില്ല. അവരുടെ മനസ്സൊക്കെ ഇപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസം ലിവർപൂൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. സിറ്റിയിൽ പോയപ്പോൾ അവിടെ വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും നടന്നു. ഞാൻ നേരെ ബീച്ചിലോട്ട് പോയപ്പോഴും അവിടെ ഭയങ്കര ഫ്രീ ആയിട്ട് ആൾക്കാർ വളരെ സന്തോഷത്തോടു കൂടി ഫിഷിങ്ങും കാര്യങ്ങളും അവിടെ എൻജോയ് ചെയ്ത് ചില്ലടിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. അതുപോലെ ഔട്ടറിലേക്ക് എല്ലാവരും വളരെ ചില്ലായിട്ടിരിക്കുന്നത് കണ്ടു. പക്ഷേ സിറ്റീസിൽ അത് വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും സേഫ് ആയിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഫാർ റൈറ്റ് ഗ്രൂപ്പ് മാത്രമല്ല, ഇത് ആന്റി റേസിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് പല വിഭാഗക്കാരും ഇതിനകത്ത് ഇറങ്ങി പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസം കുറച്ച് വീഡിയോസ് കണ്ടു. വലിയ വലിയ ഷാർപ്പ് നൈഫുകളും ആക്സ് ഒക്കെ ആയിട്ട്, അതായത് കോടാലികളുമായിട്ട് പലരും ഈ പ്രൊട്ടസ്റ്റിനെ നേരിടാനായിട്ട് ഇറങ്ങുന്ന ആൾക്കാരെയും കണ്ടു. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പലരും നമ്മുടെ ന്യൂസുകളെല്ലാം നോക്കുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനായിട്ടാണ് താഴത്ത് കമന്റുകൾ നേരപ്പെടുന്നത്. ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മതവും രാഷ്ട്രീയവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ വെറുത്തിട്ട് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് കയറി വന്നിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. അവർ പഠിക്കാനും പണിക്ക് പോകാനും കാര്യങ്ങളൊക്കെ വരും. ഞാൻ അവർക്കാണ് ഈ കറക്റ്റ് ന്യൂസ് കൊടുക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാൻ വേണ്ടിയിട്ടുള്ള ന്യൂസ് അല്ല ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ പലരും നമുക്കെതിരെ ചിലപ്പോൾ നമ്മളെ സുഡുവാക്കുന്നു, ഇല്ലെങ്കിൽ സുഡാപ്പികൾക്ക് ബാധിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. ചിലർ നമ്മൾക്ക് ചിലർ നമ്മളെന്താ പറയുക, എന്തൊരു വേർഡ് പറയുമല്ലോ, ക്രിസംഗ്യൂ, അങ്ങനെ എന്തൊക്കെയോ പറയുന്നത്. എൻ്റെ പൊന്നളിയ ആ സംഭവം ഒന്നും എനിക്കറിയില്ല. ഞാനിവിടെ എൻ്റെ ന്യൂസ് അങ്ങനെയുള്ളവരെ കാണണ്ട. എൻ്റെ ന്യൂസ് സാധാരണക്കാർ ഇവിടെയുള്ള അറിയാൻ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും, അതുമാത്രമല്ല ഇവിടെ എങ്ങനെ അവർ സേഫ് ആയിട്ടിരിക്കാം. തീർച്ചയായിട്ടും രണ്ട് വിഭാഗക്കാരുടെ കയ്യിലും തെറ്റുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പല പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്, പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. അതെന്താണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. ആ പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിലും ഇവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും അക്രമങ്ങളും കാര്യങ്ങളും, ഇവിടുത്തെ പല ബാങ്കുകളും കാര്യങ്ങളും പെയിന്റ് അടിക്കുകയും ബാങ്കുകൾ പൊളിക്കുകയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പല സ്ഥാപനങ്ങൾക്ക് നേരെ അറ്റാക്കുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. സോ ഇതൊക്കെ തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ഇടയിൽ വിദ്വേഷം. കഴിഞ്ഞ ദിവസം ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന് പ്രൊട്ടസ്റ്റ് നേരിടാനായിട്ട് ഒരു കൂട്ടം പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ കൊടിയും പിടിച്ച് ഇവിടെ നിന്ന് വലിയ രീതിയിലുള്ള ആക്രോഷവും കാര്യങ്ങളും ഇന്നും നടക്കുന്നുണ്ടായിരുന്നു. സോ ഇത് ശരിക്കും അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള രീതിയിലാണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ള പരിപാടി. തീർച്ചയായിട്ടും അത് ഇതിനു മുമ്പ് അതേപോലെ ഇവർ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ ക്രിക്കറ്റ് ജയിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ പരിപാടി ഇവിടെ ചെയ്തു കഴിഞ്ഞാലും ജയിച്ചു കഴിഞ്ഞാലും ഇവിടെ ഇവർ ആഘോഷിക്കുന്നുണ്ട്. അത് ഇവിടെ ട്രാഫിക് ജാമുകളും ബ്ലോക്കുകളും കാര്യങ്ങളാക്കിയിട്ട് ഇവിടുത്തെ ജനത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ട്. അതപ്പോൾ ആര് ചെയ്തു കഴിഞ്ഞാലും അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവരുടെ മനസ്സിലും വരുന്നു, പതിയെ ഇവിടെയുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് അത് പടരുന്നു. അതുതന്നെയാണ് ഇവിടുത്തെ, നമുക്കറിയാം, റിഫോം UK എന്നുള്ളൊരു പാർട്ടി ഇവിടെ തഴച്ച് വളരാനായിട്ട് ഇടയുണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ റിഫോം പാർട്ടിക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് നമ്മുടെ ക്രിസ് സ്റ്റാമറിന്റെ മന്ത്രിസഭയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു ജനപ്രീതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ന്യൂസും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് പ്രശ്നങ്ങൾ. കാരണം ഇങ്ങനെ ഉണ്ടാവുന്ന രണ്ട് വിഭാഗക്കാർക്കും തെറ്റുണ്ട്. ഞാനത് പിന്നെ എടുത്തെടുത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ ജനങ്ങൾ, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UK കയറി വന്നവർ ഇവിടെ രാഷ്ട്രീയവും ഇല്ലെങ്കിൽ ഇവിടെ മതവും പിടിച്ചുകൊണ്ട് ഇരിക്കാൻ വന്നവരല്ല. തീർച്ചയായിട്ടും നമ്മളിവിടെ എല്ലാം സർവൈവ് ചെയ്യും. ഇനിയിപ്പോൾ അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർ നമുക്കൊന്നും പറയാനുമില്ല, അല്ലേ? സോ നമ്മൾക്ക് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ പിള്ളേരുടെ അടുത്ത് ഒറ്റ കേസേ പറയാനുള്ളൂ, നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾ അതിൻ്റെ പുറകിൽ പോകണ്ട. എനിക്ക് ഒരേ റിക്വസ്റ്റ്, നമ്മുടെ ആൾക്കാർ സേഫായിട്ട് ജോലിക്ക് പോവുക, അവർ സ്റ്റഡീസിന് പോകണമെങ്കിൽ സ്റ്റഡീസിന് പോവുക, സേഫ് ആയിട്ടിരിക്കുക. ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നു. ഈ പ്രശ്നങ്ങളുടെ മറ്റ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ ആർമി ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 400ഓളം അറസ്റ്റുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അസൈലം സീക്കേഴ്സിന്റെ ഹോട്ടലിനെതിരെ ഉണ്ടായിരുന്ന അക്രമങ്ങൾ, അതിപ്പോൾ മാഞ്ചസ്റ്ററിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല റോത്തർഹാമിൽ അവിടെ ഒക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഷെഫീൽഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. സകല സ്ഥലത്തും ബോൾട്ടൺ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ റേസിസ്റ്റ് ടീം എന്ന് പറഞ്ഞിട്ട് ടീം ഇറങ്ങുന്നവർ മാരകായുധങ്ങളും കൊണ്ട് ഇറങ്ങുന്ന ടീമുകളെയും നമ്മൾ കണ്ടു ഇവിടെ. സോ അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഇനി അപ്പുറത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നില്ല, ഇപ്പുറത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ട. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവെയർ ആക്കുക. കാരണം ആ പയ്യൻ അടി കൊണ്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ചെയ്തപ്പോൾ പലരും കമന്റ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്കെതിരെ ഇല്ല എന്നാണ് കമന്റ്. ഞാനിപ്പോൾ ഈ പയ്യൻ അടി കൊണ്ടത് എന്തുകൊണ്ടായിരിക്കും അടികൊണ്ടിരിക്കുന്നത്? അവൻ ആർക്കെതിരെ നിന്നിട്ടാണ് അടികൊണ്ടിരിക്കുന്നത്? ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് മടങ്ങുന്ന സമയത്ത് അടി കൊള്ളാനുള്ള സാഹചര്യം. അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ രാവിലെ തന്നെ 2 പയ്യന്മാർക്കെതിരെ അക്രമസമം ഉണ്ടായിരുന്നു. ഹള്ളിൽ ഒരാൾക്കെതിരെ പടക്കം, ഈ പറഞ്ഞ ഈ റോക്കറ്റ്സ് കാര്യങ്ങൾ അതൊക്കെ എറിയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ മലയാളികളാണ്. ഇവർ ആർക്കെതിരെ നിന്നിട്ടാണ്? ഇവർ ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്, ഇല്ലീഗൽ മൈഗ്രൻസ് അല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർക്ക് എതിരെയാണെന്നുള്ളതും. അല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്കെതിരെയല്ല.
ഇവർ മൈഗ്രൻസിനെതിരെയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ഇതിനെന്തെങ്കിലും സമവാക്യം ഉണ്ടാവുമായിരിക്കാം. ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാരണം ഞാൻ മുന്നേ എടുത്തു പറഞ്ഞു. അവർക്ക് പല കാരണങ്ങൾ കൊണ്ടും ഇവിടെ നമുക്കറിയാം ഓവർ ക്രൗഡഡായി, സിറ്റിക്കകത്തും കാര്യങ്ങളെല്ലാം ഓവർ ക്രൗഡഡായി. കാരണം വെച്ചാൽ അവരുടെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന ബോധം അവർക്ക് ഉദിച്ചുകൊണ്ടായിരിക്കാം. എനിക്ക് അറിഞ്ഞൂടാ എന്താണ് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നതെന്നുള്ളത്. അതിനെക്കുറിച്ചൊരു വലിയ ഡിബേറ്റിന് എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് പോയേ പറ്റൂ. കുറച്ചധികം കൺട്രീസ്, മലേഷ്യയും അതുപോലെ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളെല്ലാം യു കെയിലേക്ക് ട്രാവൽ ചെയ്യുന്നവരുടെ സിറ്റിസൺസിന് ബാൻ ചെയ്തിരിക്കുവാണ് ട്രാവൽ ചെയ്യുന്നവർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞല്ലോ നോർത്തേൺ അയർലൻഡിലും ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു വശം അവിടെ ഇരിക്കട്ടെ. ഇനി പലരും നമ്മുടെ ചോദിച്ചു വരുന്ന കാര്യമാണ്, എപ്പോഴും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മാത്രം എനിക്ക് പറയാനായിട്ട് താല്പര്യമില്ല. ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നത് വെച്ചാൽ ലീഗൽ മൈഗ്രേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. ലീഗൽ മൈഗ്രേഷനെ കുറിച്ച് എവിടെയും ഇപ്പോൾ ചർച്ചയില്ല. തീർച്ചയായും എന്തിന് NHSലേക്ക് റിക്രൂട്ട്മെന്റ് കേസ് പോലും ഇപ്പോൾ എവിടെയും ചർച്ചയോ ഇല്ലെങ്കിൽ ഗവൺമെന്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് ഒരു അറിവും ഇപ്പോൾ കാണാനില്ല. നമുക്കറിയാം ഇവിടെ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ NHSലുള്ള നേഴ്സസിന് അവരുടെ സാലറി ഹൈക്ക് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്, വരവേൽക്കേണ്ട കാര്യം തന്നെയാണ്. അത് മാത്രമല്ല ഇപ്പോൾ NHS നമുക്കറിയാം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവ് വന്നിരിക്കുന്നതായിട്ടും അറിയാനായിട്ട് സാധിച്ചു. അതൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ലീഗൽ മൈഗ്രേഷനകത്ത് ഒരു ഇതുമില്ല. പക്ഷേ ഇല്ലീഗൽ മൈഗ്രേഷനകത്ത് തീർച്ചയായിട്ടും യു കെയിലേക്ക് പ്രതിദിനം ഒരു 80 പേര് ഇല്ലെങ്കിൽ 100 പേര് എന്നുള്ള കണക്കിന് ആൾക്കാർ വരുന്നു എന്നുള്ളൊരു ന്യൂസും നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് അങ്ങനെ ഒരു ചെറിയ സവിശേഷത കാണുന്നുണ്ട്. പെർ ഡേ ഒരു 80-100 പേര് യു കെയിലേക്ക് കടന്നെത്തുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ അസൈലം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു റുവാണ്ട പ്ലാൻ സ്ക്രാപ്പ് ചെയ്ത് അതിൻ്റെ മേലെ വാഴ വെച്ചിരിക്കുകയാണ് നമ്മുടെ പുതിയ പാർട്ടി. അതുകൊണ്ട് തന്നെ ഇല്ലീഗൽ മൈഗ്രൻസിന് വളരെ ഹാപ്പിയാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഈ അസൈലം ഒരു എന്താ പറയുക അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർപ്പാക്കി അതിനകത്ത് കിട്ടാത്തവരെ സേഫായിട്ട് അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കാനും ഗവൺമെൻറ് ഒരു നയം കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇല്ലീഗൽ മൈഗ്രേഷൻ ഇവിടെ വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി സ്റ്റുഡൻറ്റ് വിസയുടെ കേസിലാണെങ്കിൽ കൂടി ഇവിടെ ഒരു തരത്തിലുള്ള അപ്ഡേറ്റും വന്നിട്ടില്ല. പോസ്റ്റ് സ്റ്റഡീസ് ഇവിടുത്തെ ഗ്രാജുവേറ്റ് റൂട്ട് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിനൊരു മാറ്റമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഈ മറ്റു കാര്യങ്ങൾ ഇനിയിപ്പോൾ ഈ ലീഗൽ മൈഗ്രേഷൻ യു കെയിലേക്ക് ഇനി എന്താണ് എന്നുള്ള ഭാവി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള അത് കാര്യമാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ. സോ ഇനി മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മറ്റൊരു ദിവസം വീഡിയോ ഇടാം. ഇപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ആരും ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രശ്നമില്ല, തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കുന്നു, നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ചില ഏരിയയിൽ ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഞാനും ഇംഗ്ലീഷുകാരുടെ ഇടയിലാണ് താമസിക്കുന്നത്. ഇവിടെ നമുക്കെതിരെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയി ലിവർപൂൾ പോയപ്പോൾ സിറ്റിക്കകത്ത് മാത്രമാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഔട്ടറിലേക്ക് പോയപ്പോൾ ഭയങ്കര ചില്ലായിട്ടുള്ള മനുഷ്യന്മാർ ഔട്ടറിലേക്ക് പോകുന്ന സമയത്ത് ചില്ല. അപ്പോൾ യാത്ര ചെയ്യുന്നവർ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം ഒരു പയ്യനെതിരെ അറ്റാക്ക് ഉണ്ടായിരുന്നു. അവൻ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വഴിക്കാണ് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അവനെ ഓർത്ത് വെച്ച് അടിച്ചതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ അതിന് മുമ്പ് ഒരു ദിവസം കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിന് ഓർത്ത് വെച്ചിട്ടാണ് ഇപ്രാവശ്യം പോകുന്ന സമയത്ത് ഏഷ്യനാണോ ചോദിച്ചിട്ട് അവനെ അറ്റാക്ക് ചെയ്തതെന്നാണ് അറിയാൻ സാധിച്ചത്. അത് മാത്രമല്ല അവനല്ലാതെയും മറ്റു 3 പേർക്കെതിരെയും അറ്റാക്ക് സംഭവം ഉണ്ടായിരുന്നു. പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആയിരിക്കുക, പണിക്ക് പോകുന്ന സമയത്ത് സിറ്റിക്കകത്ത് അധികം കറങ്ങിത്തിരിയാതിരിക്കുക. ഈ ഒരു കേസിന് ഒരു ശമനം വരുന്നവരെ തീർച്ചയായിട്ടും അതൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് നിങ്ങൾക്ക് മുന്നോട്ട് എത്തിച്ചു തരാം. കാരണം ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഡേ ടു ഡേ ഇപ്പോൾ ഇന്നും കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അധികം വൈകാതെ കെട്ടടങ്ങുമായിരിക്കും. പക്ഷേ ഇത് ആളിക്കത്തിക്കാൻ വേണ്ടി പലരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മളുടെ ആൾക്കാരെങ്കിലും സേഫ് ആയിട്ടിരിക്കട്ടെ, നമ്മളെ ആൾക്കാർക്കെങ്കിലും ഒന്നും പറ്റാതിരിക്കട്ടെ. അതിന് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് എത്തിച്ചു തരാം. ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. കാണാം, ബൈ.